ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്യുക്ലി ആൻഡ് റഫി. SSLC +2 പോലുള്ള പബ്ലിക് എക്സാം ഒക്കെ ആകാറായി. ഓരോ സബ്ജക്റ്റും അതിലെ ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സബ്ജക്റ്റിലും A+, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക്കും വ്യക്തമായി അറിഞ്ഞു വെച്ചിരിക്കണം. അര മാർക്ക് പോലും മിസ്സാവരുത്. ഈ വീഡിയോയിലൂടെ ഇംഗ്ലീഷ് എക്സാമിന് വരുന്ന പ്രൊഫൈൽ റൈറ്റിംഗിൽ ഫുൾ മാർക്സ് നേടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓരോ വേർഡ്സിൻ്റെയും അർത്ഥം പറഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണൂ. ഇംഗ്ലീഷ് എക്സാമിൽ A+ നേടൂ. വരൂ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇംഗ്ലീഷ് എക്സാമിന് വരുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ആർക്കും കുറച്ച് മാർക്കൊക്കെ നേടാം, കാരണം എല്ലാ ഹിൻസും അതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫുൾ മാർക്സ് കിട്ടിയെന്ന് വരില്ല. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ ഹിൻസും ഉൾപ്പെടുത്തി കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണം. പിന്നെ ഒരു ടൈറ്റിൽ വേണം. ടൈറ്റിൽ എപ്പോഴും ആരുടെയാണോ പ്രൊഫൈൽ എഴുതുന്നത് അവരുടെ പേര് തന്നെ ആയിരിക്കണം. പിന്നെ പ്രൊഫൈൽ ഒരൊറ്റ പാരഗ്രാഫ് ആയിരിക്കണം. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് പാരഗ്രാഫ്. സെൻറ്റൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രൊഫൈലിൽ ഫുൾ മാർക്സ് നേടാം. അതെന്തൊക്കെയാണ് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇംഗ്ലീഷ് എക്സാമിന് A+ നേടാൻ സഹായിക്കുന്ന മിക്ക ഡിസ്കോഴ്സും ലൈക്ക് നോട്ടീസ്, ലെറ്റർ, ഡയറി, സ്പീച്ച്, നറേറ്റീവ് റൈറ്റിംഗ്, ഇങ്ങനെ മിക്കതിൻ്റെയും ഫോർമാറ്റ് എല്ലാത്തിലും ഫുൾ മാർക്സ് നേടാനുള്ള വഴികളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകരിക്കുകയുള്ളൂ. എക്സാം സമയത്ത് സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടാതെ വേഗം കാണാനും സാധിക്കും. പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യൂ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നോക്കൂ, പ്രൊഫൈൽ റൈറ്റിംഗിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിലെ ഓരോ ഹിൻസും എങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ബർത്ത് ആണ്. ബർത്ത് എഴുതുമ്പോൾ വ്യക്തിയുടെ പേരെടുത്ത് എഴുതുക. അതായത് ഇവിടെ WB ഈറ്റ്സ് ആണല്ലോ. WB ഈറ്റ്സ് വാസ് ബോൺ ഓൺ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. WB ഈറ്റ്സ് വാസ് ബോൺ ഓൺ June 13, 1865. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ June 13 എന്നല്ലേ, അതായത് മന്തും ഡേറ്റും ഉണ്ട്. ഇങ്ങനെ മന്തും ഡേറ്റും ആണെങ്കിൽ അതിന് മുമ്പിൽ വാസ് ബോൺ ഓൺ എന്നായിരിക്കും വരിക. അതേസമയം വെറും മന്ത് അല്ലെങ്കിൽ ഇയർ ആണെങ്കിൽ ഇന്നായിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ, WB ഈറ്റ്സ് വാസ് ബോൺ ഇൻ March 1865. ഇനി മന്തും തന്നില്ല, വെറും ഇയർ ആണെങ്കിലും ഇന്നാണ് വരിക. WB ഈറ്റ്സ് വാസ് ബോൺ ഇൻ 1865. ഇനി നോക്കൂ, കൂടെ സ്ഥലവും കൂടി തന്നിട്ടുണ്ട്. ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗ്രാമങ്ങളൊക്കെ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അറ്റും, വലിയ സ്ഥലങ്ങളുടെ മുന്നിൽ ഇന്നുമാണ് ഇടേണ്ടത്. ഇവിടെ കുറച്ച് വലിയ സ്ഥലമായതുകൊണ്ട് തന്നെ ഇൻ സാൻഡി മൗണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. കോമ ഇട്ടിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ഇവിടുത്തെ വ്യക്തി സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മനസ്സിലാക്കണം. പുരുഷനാണെങ്കിൽ ഹി, ഹിസ്. സ്ത്രീയാണെങ്കിൽ ഷീ, ഹെർ ആണ്. ഓക്കെ, അടുത്ത ഹിന്റ് നോക്കാം. സ്പൗസ്. സ്പൗസ് എന്ന് വെച്ചാൽ ഇണ അല്ലെങ്കിൽ പങ്കാളി എന്നാണ് അർത്ഥം. അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഇവിടെ WB ഈറ്റ്സ് പുരുഷനില്ല, അതുകൊണ്ട് ഇത് അവരുടെ വൈഫിൻ്റെ പേരാണ്. അപ്പോൾ ജോർജീന ഹാഡ്ലീസ് അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു എന്ന് എങ്ങനെ പറയാം? ഹിസ് വൈഫ് വാസ് ജോർജീന ഹാഡ്ലീസ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ സ്പൗസ് സെൻറ്റൻസ് ആക്കി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രൊഫൈലിലെ വ്യക്തി പുരുഷനാണെങ്കിൽ ഹിസ് വൈഫ് ഈസ് ഓർ വാസ് ആണ് എഴുതേണ്ടത്. ഈസ് എന്ന് പറയുമ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകളാണെങ്കിൽ ഈസും, വാസ് ജീവിച്ചിരിപ്പില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. ഇനി വ്യക്തി സ്ത്രീ ആണെങ്കിൽ ഹെർ ഹസ്ബൻഡ് ഈസ് അല്ലെങ്കിൽ വാസ് ആണ് എഴുതേണ്ടത്. ഇവിടെ WB ഈസും വൈഫും ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ടാണ് ഇവിടെ ഹിസ് വൈഫ് വാസ് ജോർജിയാന ഹാഡ്ലീസ് എന്ന് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ഹിന്റ് റിനൗണ്ട് ആസ് എന്നാണ്. റിനൗണ്ട് എന്ന് വെച്ചാൽ പ്രശസ്തനായത് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ WB ഈറ്റ്സ് ഒരു പോയറ്റാണ്, ഡ്രാമറ്റിസ്റ്റാണ്, സെനറ്ററാണ്, AB തിയേറ്ററിൻ്റെ ഫൗണ്ടറാണ്. ഈ കാര്യങ്ങളൊക്കെ ഒരൊറ്റ സെൻറ്റൻസിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ 2 സെൻറ്റൻസ് ആക്കി എഴുതാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹി വാസ് എ റിനൗണ്ട് പോയറ്റ്, ഡ്രാമറ്റിസ്റ്റ്, സെനറ്റർ ആൻഡ് ഫൗണ്ടർ ഓഫ് AB തിയേറ്റർ എന്നെഴുതാം. അല്ല എങ്കിൽ ഹി വാസ് എ റിനൗണ്ട് പോയറ്റ് ആൻഡ് ഡ്രാമറ്റിസ്റ്റ് എന്നെഴുതിയിട്ട് അടുത്ത സെൻറ്റൻസ് ആയിട്ട് ഹി വാസ് ഓൾസോ ഫേമസ് സെനറ്റർ ആൻഡ് ഫൗണ്ടർ ഓഫ് AB തിയേറ്റർ എന്നും എഴുതാം. അടുത്ത ഹിന്റ് മേജർ വർക്ക്സ് ആണ്. അതെങ്ങനെയാണ് എഴുതാമെന്ന് നമുക്ക് നോക്കാം. മേജർ വർക്ക്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ഏതൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഹിസ് മേജർ വർക്ക്സ് ആർന്ന് വെച്ചിട്ട് വേണം എഴുതാൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം.
വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രസന്റ് ടെൻസ് ആയ ആറാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ജീവിച്ചിരിപ്പില്ല എങ്കിലും ഈ വർക്ക്സൊക്കെ അവരുടേതായി ഇന്നും എന്നും നിലകൊള്ളുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മേജർ വർക്ക്സ് ആറ് എന്ന് വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ ഹിസ് മേജർ വർക്ക്സ് ആർ സെൽറ്റിക് ട്വലൈറ്റ്, ദ ടവർ, എ വിഷൻ, എക്സെട്ര ഇടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഇനിയും കുറേ വർക്ക്സ് ഉണ്ട്. ഇവിടെ കുറച്ച് വർക്ക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് എക്സെട്ര എന്ന് കൊടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വർക്ക്സിൻ്റെ പേരൊക്കെ എഴുതുമ്പോൾ നിർബന്ധമായും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. വർക്ക്സിൻ്റെ മാത്രമല്ല, വ്യക്തികളുടെ പേരെഴുതുമ്പോഴും സ്ഥലത്തിൻ്റെ പേരെഴുതുമ്പോഴും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ തന്നെ ആവണം. ചിൽഡ്രൻ, ഒരു കാര്യം, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇനി +1 പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു പ്രശ്നമാകരുത്. മലയാളം മീഡിയം പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കും ഇനി സ്വയം ഇംഗ്ലീഷ് എഴുതുകയും സംസാരിക്കുകയും ചെയ്യാം. ഈ ചാനലിലൂടെ വളരെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കുറച്ച് ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ. കാണുക, ഇന്നു മുതലെങ്കിലും കാണുക, എഴുതി വയ്ക്കുക. നിങ്ങൾക്കത് എന്നേക്കുമായി ഉപകരിക്കുകയുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് വാച്ചിങ്. ഓക്കെ, അടുത്ത ഹിൻഡിലോട്ട് പോകാം. അടുത്ത ഹിൻഡ് കീ ട്രൈറ്റ്സ് ആണ്. കീ ട്രൈറ്റ്സ് എന്ന് വെച്ചാൽ പ്രധാന സവിശേഷ ഗുണങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ വർക്കിലെ പ്രധാന സവിശേഷതകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കീ ട്രൈറ്റ്സ് എഴുതുമ്പോൾ അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതിയിട്ട് അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിസ് റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വേണം. അപ്പോൾ ഇവിടെ സിംബോളിസം ആൻഡ് അലൂസീവ് ഇമാജറി അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിസ് റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വേണം എഴുതാൻ. ഇതൊരു സ്ത്രീയുടെ പ്രൊഫൈലാണെങ്കിൽ സിംബോളിസം ആൻഡ് അലൂസീവ് ഇമാജറി ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെർ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വേണം എഴുതാൻ. പിന്നെ മിക്ക പ്രൊഫൈൽ റൈറ്റിങ്ങിലും കാണുന്ന ഒരു ഹിൻഡാണ് എഡ്യൂക്കേഷൻ. ഈ പ്രൊഫൈൽ റൈറ്റിങ്ങിൽ കാണുന്നില്ല. അങ്ങനെ എഡ്യൂക്കേഷൻ തരികയാണെങ്കിൽ പുരുഷനാണെങ്കിൽ ഹി ഹാഡ് റിസീവ്ഡ് ഹിസ് എഡ്യൂക്കേഷൻ അറ്റ് എന്ന് എഴുതിയിട്ട് തന്നിരിക്കുന്ന കാര്യം എഴുതുക. ഇനി സ്ത്രീ ആണെങ്കിൽ ഷീ ഹാഡ് റിസീവ്ഡ് ഹെർ എഡ്യൂക്കേഷൻ അറ്റ് എന്ന് എഴുതിയിട്ട് വേണം എഴുതാൻ. അടുത്ത ഹിൻ്റെ അവാർഡ്സ് ആണ്. അവാർഡ്സ് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹി വാസ് അവാർഡഡ് എന്ന് എഴുതിയിട്ട് തന്നിരിക്കുന്ന അവാർഡ്സിൻ്റെ പേരും പിന്നെ ഇയറും എഴുതണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1923. ഇനി സ്ത്രീകളാണെങ്കിൽ ഷീ വാസ് അവാർഡഡ് എന്ന് എഴുതിയിട്ട് തന്നിരിക്കുന്ന അവാർഡ്സും ഇയറും എഴുതണം. ഇനി ലാസ്റ്റ് ഹിൻഡ് ഡെത്ത് ആണ്. ഡെത്ത് എഴുതുമ്പോൾ നെയിം എഴുതിയിട്ട് പാസ്ഡ് എവേ ഓൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എഴുതാം. അതല്ല എങ്കിൽ ഹീ അല്ലെങ്കിൽ ഷീ എന്ന് എഴുതിയിട്ട് പാസ്ഡ് എവേ ഓൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ മന്തും ഡേറ്റും ആണെങ്കിൽ ഓണും, അല്ലെങ്കിൽ ഇയറോ അല്ലെങ്കിൽ മന്തോ മാത്രമാണെങ്കിൽ ഇന്നാണ് ഇടേണ്ടത്. അതായത് ഹീ പാസ്ഡ് എവേ ഓൺ മാർച്ച് 1965 അങ്ങനെ ഇയർ മാത്രമാണെങ്കിൽ ഇന്നാണ് ഇടേണ്ടത്. ഈ പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ മുഴുവനായിട്ടുള്ള ആൻസർ ഇതാ. W.B. Yeats. William Butler Yeats was born on June 13, 1865 in Sandymount, Republic of Ireland. His wife was Georgiana Hadleys. He was a renowned poet and dramatist. He was also famous senator and the founder of the AB Theatre. His major works are Celtic Twilight, The Tower, A Vision, etc. Symbolism and elusive imagery are the main important characteristics of his writing style. He was awarded the Nobel Prize in Literature in December 1923. Yeats passed away on January 28, 1939. ചിൽഡ്രൻ, പ്രൊഫൈൽ റൈറ്റിങ്ങിൽ അര മാർക്ക് പോലും പോവാതെ ഫുൾ മാർക്കും കിട്ടാനായിട്ടുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ്